അപ്പം തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് ആണല്ലോ, അല്ല അസംബ്ലി ആണല്ലോ, MLA മാർ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രം യാത്ര ചെയ്യുന്നുണ്ടാകും. അപ്പോൾ എന്തിനാണ് ഇത്രയും? അപ്പോൾ ഇതിനൊക്കെ കാരണം വികസനമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ 20% മുതൽ 40% വരെ അതിൻ്റെ പണം എല്ലാവർക്കും കൂടി വീതിച്ചെടുത്ത് അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നുള്ളത് ആണ് നമ്മളുടെ നാട് ഇന്നും വികസിതമാകാതെ കിടക്കുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇപ്പോഴും വികസിതം ഇനിയും വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു അവസ്ഥയിൽ ഇന്നും നമ്മൾ കിടക്കുന്നത്. എത്രയോ വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ സർക്കാരുകളിലൂടെ ഭരിച്ചു, നമ്മളുടെ റോഡ് വികസനം ഇന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ലൈഫുള്ള വികസിത രാജ്യങ്ങളിൽ അവിടുത്തെ റോഡ് പണി എന്നും നിരന്തരമായിട്ട് റോഡ് പണിതുകൊണ്ടിരിക്കുകയല്ല, അല്ല പണിത റോഡിൽ വീണ്ടും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പണിത റോഡുകൾ വീണ്ടും വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ല. അവിടെ ഒരു പ്ലാനുണ്ട്, എത്ര വർഷത്തേക്ക് റോഡിന് എത്ര വീതി വേണമെന്നും റോഡ് പണിത് കഴിഞ്ഞാൽ എത്ര കാലം അത് അതുപോലെ നന്നായിട്ട് കിടക്കണമെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ട്.